അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നത് എങ്ങനെ, അത് ബാധിച്ചാലുള്ള ഭവിഷ്യത്ത് എന്ത്, ഗുരുതരാവസ്ഥ എന്ത് എന്നാണ് നാം വിവരിച്ചത്. ഇസ്മ, കറുത്ത കുത്തുകളായി ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന കറുത്ത കുത്തുകൾ, ബ്ലാക്ക് എനർജി, നെഗറ്റീവ് ചാർജ്, അതൊരു അവസ്ഥയാണ്, ഹൃദയത്തെ ബാധിക്കുന്ന ഒരു ചാർജാണ് നെഗറ്റീവായ. അതേപോലെ തന്നെ അത് വർദ്ധിച്ച് റാനായി മാറുന്നത്, കറയായി മാറുന്നത്, അത് തന്നെ വർദ്ധിച്ച് അകിന്നത്തായി മാറുന്നത്, അതിനെ മൂടുന്ന കവറായി അല്ലെങ്കിൽ ഒരു ടോപ്പ് വന്ന് വീഴുക ഹൃദയത്തിൽ. അതൊക്കെ ഹൃദയത്തെ ബാധിക്കുന്നു. ഇത്തരം പാപങ്ങൾ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യാതെ നിരന്തരം വരുമ്പോൾ, ഈ ഗുരുതരാവസ്ഥ ഹൃദയത്തെ ബാധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഗ്രാഹ്യശേഷി, ഖുർആൻ ഗ്രഹിക്കുവാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഹക്കായി സത്യം സത്യമായി ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇത് വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയാത്തുകളിലൂടെ നമ്മെ ഉണർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റായ വിചാരങ്ങൾ, വികാരങ്ങൾ, അറിയാതെ വരുന്ന ചിന്തകൾ, അതിലൊക്കെയും ഈ ദൂഷ്യങ്ങൾ, കറുത്ത കുത്തുകൾ വരുന്നതുണ്ട് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ബോധ്യപ്പെട്ടു. നമ്മുടെ പ്രവർത്തനങ്ങളായി മാറുന്നത്. ഇങ്ങനെ വരുന്ന ഈ പാപങ്ങൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. ഒരു കറുത്ത കുത്ത് ശരീരത്തിൽ വന്നു എന്ന് തോന്നുന്നൊരവസ്ഥ, അതെങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ് ഒരു വചനത്തിലൂടെ. നാം ആ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന വചനം, ഇന്നഹു ലയുഗാനു അലാ ഖൽബി, തീർച്ചയായും അത് എൻ്റെ ഹൃദയത്തിൽ ഒരു മങ്ങലുണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് ഒരു നേരിയ മങ്ങൽ വരുമ്പോൾ, വഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത മറത്തിൻ, ഞാൻ ഒരു ദിനം 100 തവണ റബ്ബിനോട് മഗ്ഫിറത്ത് ചോദിക്കും. എത്ര ഗൗരവത്തോടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ആളുകളിൽ നിന്ന് ചിലത് കേൾക്കുകയും ചിലത് കാണുകയും, ചില സംഭവങ്ങൾ ഒരിക്കലും നിരക്കാത്ത പല സാഹചര്യങ്ങളും, ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരുമ്പോൾ റസൂലിലേക്ക് വരുന്നതാണിത്. അല്ലാതെ കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്നതല്ല, മാസവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു ആദം മനുഷ്യ മക്കളുടെ നേതാവാണ്. റസൂൽ മാസവുമാണ്. ആ മാസവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു നേരിയ മങ്ങൽ, ഇതത്തിൽ മങ്ങൽ വരുമ്പോൾ ആ ദിക്റിനെ ബാധിക്കണ, ആ ഈമാനെ ബാധിക്കണ ഒരു ചെറിയ മങ്ങൽ വരുമ്പോൾ ഞാൻ 100 തവണ ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യും, മഗ്ഫിറത്ത് ചോദിക്കുമെന്ന് പറയുന്നു. മറ്റൊരു വചനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, കുന്നാ നഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മജ്ലിസിൽ വാഹിദ്, നബിയുടെ ഒരൊറ്റ ഇരുത്തം, ഒരു മജ്ലിസിൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എണ്ണി നോക്കുമായിരുന്നു. എന്ത്? മിഅത മർറത്തിൻ, 100 തവണ റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ ഇറക്കുന്നത്. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നിങ്ങനെ 100 തവണ. എൻ്റെ രക്ഷിതാവേ, എനിക്ക് മായ്ച്ചു തരണേ. ഗഫറ എന്ന മായ്ച്ചു, പാപങ്ങൾ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു തരിക. ആ കറുത്ത കുത്ത്, ആ നെഗറ്റീവ് ചാർജ്, ആ ബ്ലാക്ക് എനർജി, കറുത്ത ഊർജം അവിടുന്ന് പോകണം. എന്നെങ്കിലേ ആ മങ്ങൽ മാറുള്ളൂ. മേഘം മൂടിയാലുണ്ടാകുന്നൊരു മങ്ങൽ പോലെ ആ മങ്ങൽ തീരാൻ എത്ര തവണയാണോ വേണ്ടത് അത്ര. അതാണ് 100 എന്നൊക്കെ പറയുമ്പോൾ. ഒരു വെള്ള വസ്ത്രത്തിൽ ചെറിയൊരു കുത്ത് വീണാൽ, അഴുക്ക് വീണാൽ അതങ്ങനെ കഴുകിയാൽ വൃത്തിയാവുമല്ലോ, വലിയ താമസമല്ല. ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ പാപം പോകും. എന്നാൽ ആ വെള്ള വസ്ത്രത്തിൽ അഴുക്കിൽ വീണ് പോയാൽ അത് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കണം, വൃത്തിയാക്കാൻ കുറച്ച് സമയമെടുക്കും, ശുദ്ധിയാകുന്നത് വരെ അത് ശുദ്ധിയാക്കേണ്ടി വരും. അപ്പോൾ ഇസ്തിഗ്ഫാർ ആ മങ്ങൽ മാറുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ
വരുന്ന മങ്ങൽ തീരണം. നോക്കുക, പല ക്ഷീണങ്ങൾ, മടി, അലസത, മയക്കം, ഒരു തരം മയക്കം, ഒരു തരം ഉറക്കം, ഉത്സാഹക്കുറവ്, മടുപ്പ് വരല്, ദിക്ർ വരാത്ത സാഹചര്യങ്ങൾ, ഒരു അശ്രദ്ധയുടെ സാഹചര്യം, ഗഫ്ലത്ത്, ഇതൊക്കെ വരാറില്ലേ? എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കണ്ടേ? നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കണ്ടേ? അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വരുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അത് നീങ്ങിക്കിട്ടാൻ, ആ ഒരു മയക്കം മാറിക്കിട്ടാൻ ഇസ്തിഗ്ഫാർ ചെയ്ത് തീർത്തപ്പോൾ ദിക്റിലേക്ക് എത്തും, ഉന്മേഷമുള്ളതായിത്തീരും, ഈമാനുള്ള ഒരവസ്ഥ വരും. അങ്ങനെ ദീർഘമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പാപം, അതിൻ്റെ ഗൗരവം ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സംഭവിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു പാപത്തിന് എത്ര ഗൗരവത്തിലൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്ത വചനം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്ന ഒരാൾ ആ പർവ്വതം തന്നെ മേലെ വീഴുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് വിചാരിക്കുക. അതുപോലെ ആയിരിക്കും ഒരു പാപത്തെ കാണുക. ഒരു ദുനൂബ് വന്നാൽ അതിനെ കാണുക. വൈനൽ ഫാജിറ, ഒരു ഫാജിർ, അൽ ഫാജിർ എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും പറയാനും എന്ത് വൃത്തികേടും ചെയ്യാനൊക്കെ ആ മനസ്ഥിതി വരിക, പറ്റേ ഹൃദയം മലീമസമായ അവസ്ഥ. യറാ ദുനൂബഹു, അവനവന്റെ പാപത്തേക്കാണ് കദുബാബിൻ വഖാല ഉദൈഹി, തന്റെ മൂക്കത്തുകൂടെ പോകുന്ന ഒരു ഈച്ചന്റെ ഒരവസ്ഥ, അത് എങ്ങനെയാണ് ഞങ്ങൾ പാറിപ്പോകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇതേപോലെ ഗൗരവം കുറയുന്ന അവസ്ഥ വരും. എന്നാൽ മുഅ്മിന് അത് ഗൗരവമായിട്ടാണ് അനുഭവപ്പെടുക. കാരണം തൻ്റെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരു കറുത്ത എനർജി, ഒരു നെഗറ്റീവ് ചാർജ്, അത് കഴുകിക്കളയാൻ എപ്പോഴും ഉത്സുകനായിരിക്കും ഒരു വിശ്വാസി എന്ന് ഉണർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ. ഒരു സദസ്സിൽ ഇരുന്നാൽ പോലും, ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിൽ ഇരുന്നാൽ അവിടെ ഉണ്ടാകുന്ന ബഹള കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ലഗത്ത് എന്ന് പറയാം, ലഗത്ത്. അങ്ങനെയുള്ള ബഹളങ്ങളും ഒരു ഉപകാരവുമില്ലാത്ത ബഹളങ്ങൾ, സംസാരങ്ങൾ, അവിടെ ഇരുന്നാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ജലസ ഫീ മജ്ലിസിൻ, ഒരാൾ ഒരു സദസ്സിൽ, ഫകസുറ ഫീഹി ലഗത്തുഹു, അവിടെ ഇങ്ങനെയുള്ള ഒരു ഉപകാരവുമില്ലാത്ത ബഹളങ്ങളാണ്. ഫഖാല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഖബ്ലൻ യഖൂമ മിൻ മജ്ലിസിഹി, ആ ഇരിപ്പിടത്തിൽ പോകുന്നതിന് മുമ്പ്, അതായത് പോവുകയാണെങ്കിൽ പോയതിനു ശേഷം എപ്പോഴാണോ അത് നമുക്ക് ഓർമ്മ വരുന്ന ആ സന്ദർഭത്തിൽ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതാണ് കഫാറത്തുൽ മജ്ലിസ്. ഒരു മജ്ലിസിൽ ഇരുന്നാൽ അവിടെ ഒരു കഫാറത്ത് നടത്തേണ്ടത് എന്ന ആ ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ ആശയങ്ങളൊക്കെ നമുക്ക് ആ പ്രാർത്ഥനകളുടെ ആത്മാവ് വിവരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കാമെന്നാണ് ഉണർത്തുന്നത്. ഏതായിരുന്നാലും ചില പാപങ്ങളെ ഗുരുതരമായി തന്നെ കാണണം. ചില കുത്തുകൾ എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ ഇതായി ചിലതിനെ കാണരുത്. ആ കറുത്ത കുത്തുകൾ ഇസ്മ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ ഇസ്മ, അതാണ് ഒരു കറുത്ത കുത്തായിട്ട് മാറുന്നത്. ആ ഇസ്മിനെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ചില ചെയ്തികൾ, ചില തെറ്റുകളെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതിലൊന്നാണ് മദ്യപാനം, ലഹരി ഉപയോഗിക്കൽ, ചൂതാട്ടം. ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം വളരെ വ്യക്തമായി ഉണർത്തുകയാണ്. സൂറത്ത് അൽ ബഖറ 219 യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി, ഖംറിനെ പറ്റിയും മൈസറിനെ പറ്റിയും, ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റിയും, അതേപോലെ തന്നെ ചൂതാട്ടം, ചൂതുകളിയെ പറ്റിയും അവർ ചോദിക്കുന്നു. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ രണ്ടിലും കബീറായ ഇസ്മ് ഹൃദയത്തിൽ ബാധിക്കും. ഇസ്മ എന്ന് പറഞ്ഞാൽ ആ കറുത്ത കുത്ത്, ബ്ലാക്ക് എനർജി കബീറായിരിക്കും. വലിയ തരത്തിൽ അത് വരും, ചെറിയ കുത്തല്ല.
അങ്ങനെ വരും. അപ്പോൾ മനാഫിഉ ലിന്നാസി, ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നത് നിഷേധിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ പല ഉപകാരങ്ങളും പലരും കാണുന്നു. എന്നാൽ ആ ഉപകാരങ്ങളെക്കാൾ വൈസുമുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, ചില്ലറ ഉപകാരത്തിനേക്കാൾ, അതിൻ്റെ എന്തൊക്കെ ഉപകാരമുണ്ടോ അതിനേക്കാളൊക്കെ അതുകൊണ്ട് ഹൃദയത്തിൽ പതിക്കുന്ന ഇസ്മ, കറുത്ത കുത്ത് ഏറ്റവും വലിയതായിരിക്കും എന്ന് ഉണർത്തുകയാണ്. നോക്കുക, ഹൃദയാവസ്ഥ എന്താണ് ഒരു മദ്യപാനിയുടെ? പറഞ്ഞാൽ കേൾക്കുമോ? അയാൾക്ക് ഉപദേശം ഉൾക്കൊള്ളാൻ കഴിയുമോ? അയാളുടെ മാനസികാവസ്ഥ അടഞ്ഞുപോയില്ലേ? ഇസ്മ കയറിയാൽ ഉണ്ടാകുന്ന ഗുരുതരാവസ്ഥ വിവരിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക്. ഇസ്മുൻ കബീർ വന്നാൽ ഗ്രാഹ്യശേഷി നഷ്ടപ്പെട്ടു പോകും, ഹക്കിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം വരും. അതേപോലെ തന്നെ ഷിർക്ക് എന്നത്, ഷിർക്ക് എന്താണെന്ന് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ചിലർ മിക്കവാറും നിസ്സാരമായ 1-2 കാര്യങ്ങളിലാണ് ഷിർക്ക് മനസ്സിലാക്കേണ്ടത്. അതൊന്ന് നമുക്ക് വിശദീകരിക്കേണ്ടത്. ഏതായാലും ഷിർക്ക് എന്ന സംഗതി വന്നാൽ റസൂൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇഫ്തറ ഇസ്മൻ അലീമൻ, അലീമായ ഗുരുതരമായ ഇസ്മാണ് സംഭവിക്കുക. ബ്ലാക്ക് എനർജിയ കയറുക ഹൃദയത്തിലേക്ക്. അതേപോലെ തന്നെ സ്ത്രീകളുടെ സ്വത്തൊക്കെ കൈപ്പറ്റിയിട്ട് മെല്ലെ പോലെ തലാക്കെല്ലാൻ വേണ്ടി അവരെ അങ്ങനെ ചെയ്യുന്ന ചില എത്രയോ ഉണ്ടല്ലോ, പണക്കെ പറ്റും എന്നിട്ട് മെല്ലെ ഒഴിവാക്കുന്ന ഒരു തെളിവുണ്ടാവില്ല. അങ്ങനെ അനർഹമായി സ്ത്രീകളുടെ സമ്പത്ത് വാങ്ങി തലാക്ക് ചെല്ലുന്നതിനെ പറ്റിയുള്ള കാര്യത്തെപ്പറ്റി പറയുന്നു. മുബീനായ ഒരു ഇസ്മാണ് വരുന്നത്. മുബീൻ എന്നാൽ ക്ലിയറായി വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന പ്രകടമായ ഇസ്മ കയറും, കറുത്ത കുത്ത് കയറും. അതേപോലെ തന്നെ ഒരു തിന്മ വന്ന് അത് മറ്റൊരുത്തിൻ്റെ പേരിൽ ആരോപിക്കുക. നമ്മളിലൂടെ വന്ന സംഗതി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ പേരിൽ കുറ്റം ചാർത്തി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുക. അതിനെപ്പറ്റി പറയുന്നത് ഹത്തീഅത്ത് നമ്മൾ വിവരിക്കേണ്ടതാണ്. ഹത്തീഅത്ത് സമ്പാദിച്ചു, ഔ ഇസ്മ് അല്ലെങ്കിൽ ഇസ്മ് ചെയ്തു, ഹൃദയത്തെ ബാധിക്കുന്ന തിന്മ പ്രവർത്തിച്ചു. സുമയ്യറും ബിഹി ബരീഅൻ, എന്നിട്ട് അതൊരു നിരപരാധിയെ ആണ് ആരോപിക്കുന്നതെങ്കിൽ ഫഖദിഹ്തമല ബുഹ്താനൻ വ ഇസ്മൻ മുബീനൻ, മുബീനായ ഇസ്മ് ഹൃദയത്തിൽ കയറും, വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന വലിയ ഇസ്മ കയറും. ഇങ്ങനെ പാപങ്ങൾ പല തരത്തിലുണ്ട്. കറുത്ത കുത്തുകൾ, ബ്ലാക്ക് എനർജി കയറൽ, ആ നെഗറ്റീവ് എനർജി കയറൽ, ഹൃദയത്തിന്റെ ഗ്രാഹ്യശേഷി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വരൽ, അതിഗുരുതരമായത് പലതുമുണ്ടെന്ന്. അതേപോലെ തന്നെ സാക്ഷ്യം മറച്ചു വെക്കൽ, കണ്ടത് മറച്ചു വെക്കൽ, ആൾക്കാർക്ക് വേണ്ടി കണ്ടത് മിണ്ടാതിരിക്കുക, സാക്ഷ്യം പറയേണ്ട സന്ദർഭത്തിൽ അത് പറയാതിരിക്കുക. അവിടെ പറ്റി പറയുന്നത് ആസിമുൻ ഖൽബുഹു, ഹൃദയത്തെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഇസ്മുകൾ. ആസിമുൻ ഖൽബും മുഹാഫ ഇന്നഹു ആസിമുൻ ഖൽബുഹു, അവന്റെ ഹൃദയത്തെ മുഴുവനായി ആ കുത്ത്, ആ ബ്ലാക്ക് എനർജി ബാധിക്കും. ഇതുപോലുള്ള ഒരുപാട് ഗുരുതരമായ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ടെന്നും അതിനെ ഇസ്തിഗ്ഫാറിലൂടെ മാത്രമേ കഴുകിക്കളയാൻ പറ്റുമെന്നും ഹൃദയത്തിന് അള്ളാഹു വെച്ച ഈ സംവിധാനത്തെ നമുക്ക് മാറ്റി തിരിച്ചു തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കണമെന്നും ബോധ്യപ്പെടേണ്ടതാണ് നമുക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നേരായ ജീവിത മാർഗം കാണിച്ചു തന്നു. ഹൃദയശുദ്ധിയോടുകൂടെ അതിൻ്റെ പവിത്രതയോടുകൂടെ കാത്തു സൂക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങുന്ന, ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ജീവിതമുണ്ടാകുന്ന ഒരവസ്ഥ നമ്മളുണ്ടാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.